Hi friends, Krishna Palaksh from Eqtfx. നമ്മളിന്ന് പറയാൻ പോകുന്ന സബ്ജക്റ്റ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ വേറെ പ്രൈസ് ആക്ഷനെ കുറിച്ചോ ഒന്നുമല്ല. ശരിക്കും നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ ട്രേഡറും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. അതിൻ്റെ പേരാണ് chartin.com എന്നുള്ള സാധനം. ചാർട്ടിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയും ഫിൽട്ടർ ചെയ്ത് നമുക്ക് സപ്പോർട്ടീവായിട്ട് നമ്മളിവിടെ എപ്പോഴും കാണുന്നൊരു വെബ്സൈറ്റാണ്. നമുക്ക് എത്ര വേണേൽ നമ്മുടെ പ്ലാൻ അനുസരിച്ചുള്ള സ്ട്രാറ്റജി നമുക്ക് കോഡ് ചെയ്യാൻ സാധിക്കും. ഇനി കോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ സാധനം ഗൂഗിളിൽ നിന്ന് കിട്ടും. നമ്മൾ സൈനപ്പ് ചെയ്തിട്ടുള്ള ചാർട്ടിങ്ങിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് ഈ സാധനം കയറി കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. ശരിക്കും ചാർട്ടിംഗ് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള സൈറ്റാണ്. ചാർട്ടിങ്ങിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ചാർട്ടിങ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഓൺ ടൈം ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. അല്ല നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ അല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ബേസിക് വെർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് സ്ലൈറ്റ് ഡിലേ ആയിട്ടുള്ള ഡേറ്റ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ബെസ്റ്റ് ഇൻപുട്സ് ചാർട്ടിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. നിങ്ങളുടെ സ്ട്രാറ്റജിക്ക് വേണ്ടി നിങ്ങൾ ചിലവാക്കുന്ന സമയം ചാർട്ടിങ്ങിൽ കൂടെ ഡേറ്റ ഫിൽട്ടർ ചെയ്തിട്ട് ബാക്കിയുള്ള ആ ഫിൽട്ടറേറ്റ് ഡേറ്റ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ബേസ്റ്റ് പ്രോബബിലിറ്റി റേറ്റ്സ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ചാർട്ടിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് സപ്പോർട്ട് മീ. അതുപോലെ തന്നെ എൻ്റെ ഇത്രയും നാളത്തെ വർഷങ്ങളായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയണമെങ്കിൽ prosip23@gmail.com നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. നമ്മളുടെ സ്റ്റോക്ക് അനാലിസിസിൽ നമ്മളെ വളരെ സഹായിക്കുന്ന ഒരു ഫ്രണ്ടാണ് charting.com എന്ന് പറയുന്ന സൈറ്റ്. chartink.com എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മുടെ അനാലിസിസിൻ്റെ മാറ്റിമറിക്കുന്നില്ല, പക്ഷേ അനാലിസിൻ്റെ ടൈമിനെ കണ്ടമാനം ഈ സൈറ്റ് കുറച്ചിട്ട് നമുക്ക് കുറേ കൂടെ നമ്മുടെ ക്യാൻഡിൽസിലും ബുള്ളിയസിലും ഓവറോൾ പെർസ്പെക്ട്സിലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സൈറ്റിൽ കയറിയാൽ ഫസ്റ്റ് പേജ് ഇതാണിത്. സ്ക്രീനർ എത്ര സ്ക്രീൻ ഇവിടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ക്രിയേറ്റ് സ്കാൻ ഉണ്ട്, ക്യാൻഡിൽ സ്റ്റിക്ക് ഉണ്ട്, സ്കാൻസ് ഉണ്ട്, വാച്ച് ലിസ്റ്റ്, എന്ത് വേണം നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് 1-2 സ്കാൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. നമ്മൾ മാഗ്ഡി ക്രോസ് ഓവർ സ്ട്രാറ്റജി നമുക്കറിയാമല്ലോ. മാഗ്ഡി ലൈൻ സെക്കൻഡ് ലൈനേക്കാളിലും കുറച്ച് ദിവസമായിട്ട് താഴെയായിരുന്നു. പെട്ടെന്ന് മാഗ്ഡി ലൈൻ സെക്കൻഡ് ലൈനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് വന്ന് അതൊരു ബുള്ളിഷ് സിഗ്നലാണ് അല്ലേ. അതെങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. ക്രിയേറ്റ് സ്കാനിൽ പോവുക. നമ്മൾ ക്രിയേറ്റ് സ്കാനിൽ പോകുമ്പോൾ നമ്മൾ ഈ ഒരു പേജിലെത്തും. സ്കാൻ ഡെവലപ്പ് ചെയ്യേണ്ട പേജിലെത്തും, ക്രിയേറ്റ് ചെയ്യേണ്ട പേജിലെത്തും. ദൈവത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മാഗ്ഡിന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. മാഗ്ഡി ലൈൻ ഇതിൻ്റെ കുറേ ഫോർമുലാസ് ഉണ്ട്, ഏത് വേണം നമുക്കെന്നുള്ള സംഗതിയാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ മാഗ്ഡി ലൈൻ ലെസ് ദാൻ ആണെന്ന് വയ്ക്കുക. ലെസ് ദാൻ ഏത് ലൈനാണ്? മാഗ്ഡി സിഗ്നലാണ് അല്ലേ. മാഗ്ഡി സിഗ്നൽ ലൈൻ മനസ്സിലായോ? എന്നാണ്? ഇന്നലെയാണെന്ന് വയ്ക്കുക. 1 day ago മനസ്സിലായോ? 1 day ago മാഗ്ഡി ലൈൻ ലെസ് ദാൻ 1 day ago സിഗ്നൽ ലൈൻ. ഓക്കെ, നമുക്ക് എന്നിട്ട് ഇന്നാണ് വേണ്ടത്. ഇന്ന് മാഗ്ഡി ലൈൻ ക്രോസ് ചെയ്യുമെന്ന് വിചാരിക്കുക. നമുക്കാണെങ്കിൽ വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടത് ഈ ഒരു ബ്ലൂവിൽ ക്ലിക്ക് ചെയ്താൽ കോപ്പി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് 1 day എന്നുള്ള മാറ്റിയിട്ട് നമുക്ക് ലേറ്റസ്റ്റ് ഇന്നത്തെ മാഗ്ഡി ലൈൻ ക്രോസ്ഡ് അബോവ് അല്ലേ. മാഗ്ഡി ലൈൻ ഇന്ന് സിഗ്നൽ ലൈൻ ക്രോസ് ചെയ്ത് മേളിൽ പോയതാണ്. ക്രോസ്ഡ് അബോവ് ഇവിടെ 1 day മാറ്റിയിട്ട് നമുക്ക് അവിടെ എന്താ കൊടുക്കണ്ടേ? അവിടെ നമുക്ക് ലേറ്റസ്റ്റ് എന്ന് കൊടുക്കാം. അപ്പം ഈ 2 കാര്യങ്ങളും കറക്റ്റായി. ഇനി നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്കിൻ്റെ ക്ലോസിങ് നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 500 രൂപയ്ക്ക് മേലുള്ള സ്റ്റോക്ക് മതി എന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്ലോസിങ് പ്രൈസാണ് വേണ്ടത്. ക്ലോസ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ക്ലോസ് നമുക്ക് എത്ര രൂപയ്ക്ക് മേളിൽ വേണം? നമ്മളൊരു വാല്യൂ ഇവിടെ കൊടുക്കുക. ലേറ്റസ്റ്റ് ക്ലോസ് നമുക്ക് ഗ്രേറ്റർ ദാൻ ആണ് വേണ്ടത്. 500 രൂപയ്ക്ക് മേളിലാണെന്നുള്ളതിന് ഗ്രേറ്റർ ദാൻ കൊടുക്കുക. നമ്പർ വരും, അവിടെ നമുക്ക് 500 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ വോളിയം ഒരു 1 lakhന് മേളിലുള്ള സ്റ്റോക്ക് മതി നമുക്ക് ഫിൽറ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വേറെ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും വോളിയം എന്ന് ടൈപ്പ് ചെയ്യണം. വോളിയം എന്ന് ടൈപ്പ് ചെയ്യുമ്പം അവിടെ ലേറ്റസ്റ്റ് ആണ് വേണ്ടത് കേട്ടോ. ഇന്നത്തെയാണ് നമ്മൾ പറയുന്നത്. വോളിയം ഗ്രേറ്റർ ദാൻ 1 lakh അല്ലേ. വോളിയം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൊടുത്താലും കുഴപ്പമില്ല. നമ്മളിവിടെ 20യുടെ സ്ഥാനത്ത് നമുക്ക് വേണം 1 lakh കൊടുക്കാം. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാനോ ഡസ് നോട്ട് മാറ്റർ. ഇപ്പോൾ 1 lakh ആയി.
അപ്പോൾ നമ്മൾ മാഗ്ഡിയുടെ സിമ്പിൾ സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊരു വിൻഡോ ഉണ്ട്. ഇതാണ് ഒരു വിൻഡോ. ക്യാഷ് എന്ന് ക്ലിക്ക് ചെയ്താൽ ആ വിൻഡോ ഓപ്പൺ ചെയ്യും. വിൻഡോയ്ക്കകത്ത് ക്യാഷ് ഉണ്ട്, ബാങ്ക് നിഫ്റ്റി ഉണ്ട്, മിഡ് ക്യാപ്സ് ഉണ്ട്, നിഫ്റ്റി ഉണ്ട്, നിഫ്റ്റി 200 ഉണ്ട്, നിഫ്റ്റി 50 ഉണ്ട്, നിഫ്റ്റി 500 ഉണ്ട്, നമ്മുടെ ഓൺ വാച്ച് ലിസ്റ്റും ഉണ്ട്. നമുക്ക് ഓൺ വാച്ച് ലിസ്റ്റ് ഡെവലപ്പ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ വാച്ച് ലിസ്റ്റ് എന്ന് മതിയെങ്കിൽ വാച്ച് ലിസ്റ്റ് പോയിട്ട് അത് സ്കാൻ ചെയ്തെടുക്കും. സപ്പോസ് നമുക്കൊരു നിഫ്റ്റി 500 സ്റ്റോക്ക് വേണമെന്ന് വയ്ക്കുക. നിഫ്റ്റി 500 ക്ലിക്ക് ചെയ്യുക, റൺ സ്കാൻ കൊടുക്കുക. അപ്പോൾ നേരെ ഇത് റൺ ചെയ്യും. ഇത്രയും സ്റ്റോക്ക് കണ്ടോ. നിഫ്റ്റി 500 ചോള ഹോൾഡിംഗ്, ടി ഐ ഇന്ത്യ, മിൻഡ ഇൻഡസ്ട്രീസ്, ഡിമാർട്ട്, ആരതി ഇൻഡസ്ട്രീസ്, ഈ 5 സ്റ്റോക്കും എന്താ സംഭവിച്ചേ? മാഗ്ഡി ലൈൻ, സിഗ്നൽ ലൈനെ ഇന്ന് ക്രോസ് ചെയ്ത് മുകളിലേക്ക് വന്നു. ദാറ്റ് മീൻസ് അത് ബുള്ളിഷ് സൈനാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ഓരോന്നും ചെക്ക് ചെയ്യണമെങ്കിൽ നിഫ്റ്റി 500 എത്ര മണിക്കൂർ എടുക്കും ശരിക്കും? നമ്മൾ ഈ സാധനം ഇത് സേവ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് ചെയ്തിടാൻ പറ്റും. സേവ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നെയിം, ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സബ്മിറ്റ് ചെയ്താൽ സേവ് ആയി ശരിക്കും. വളരെ സിമ്പിളാണ് ശരിക്കും, വളരെ എഫക്റ്റീവാണ്. നമ്മുടെ കണ്ടമാനം സമയം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? ഇതാണ് ഒരു സ്ട്രാറ്റജി. ഇനി നമുക്ക് അടുത്ത സ്ട്രാറ്റജി നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇനി അടുത്തൊരു സിമ്പിൾ സ്ട്രാറ്റജി, ഫോർ എക്സാമ്പിൾ EMA 21 EMA 50ക്ക് മേളിൽ ക്രോസ് ആയി എന്ന്. EMA 21 50ക്ക് മേളിൽ പോകുകയെന്ന് വെച്ചാൽ ഗോൾഡൻ ക്രോസ് ഓവർ ആണ് അല്ലേ. അത് കാണിക്കുന്ന ബുള്ളിഷ് സൈനെയാണ് കാണിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ നമുക്കതെങ്ങനെ ഒന്ന് കോഡ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് വീണ്ടും നമ്മൾ അതായി ഈ ക്രോസിൽ വന്നു ക്ലിക്ക് ചെയ്തു. നമ്മൾ EMA എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. എക്സ്പൊണൻഷ്യൽ വന്നു. ലേറ്റസ്റ്റ് ക്ലോസ് EMA 21 കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് EMA 21 ലേറ്റസ്റ്റ് വേണ്ട, ഇന്നലത്തെയാണ് ശരിക്കും. ഇന്നലെ 1 day ago ഇന്നലെ EMA 21 നമുക്ക് EMA 21 50ക്ക് താഴെയാണെന്ന് വയ്ക്കുക. EMA 21 ലെസ് ദാൻ. ഓക്കെ, വീണ്ടും EMA എന്ന് കൊടുക്കുക, EMA എന്ന് കൊടുക്കുക, EMA വീണ്ടും ടൈപ്പ് ചെയ്യുക. അപ്പോൾ EMA ലെസ് ദാൻ EMA 50 ആണെന്ന് വയ്ക്കുക. ഓക്കെ, നമ്മളത് കൂടി ചെയ്തു. അപ്പോൾ ഇന്ന് EMA 21 50യെ ക്രോസ് ചെയ്ത് പോയി. മനസ്സിലായോ? വേണം നമുക്ക് ഒരു ദിവസം കൂടെ മുന്നോട്ടും കൊടുക്കാം. 2 ദിവസം മുമ്പിലത്തെ EMAയും 50ക്ക് താഴെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അത് തന്നെ കോപ്പി ചെയ്താൽ മതി. 1 day ago എന്നുള്ള ഇത് നമുക്ക് 2 day ago എന്ന് കൊടുക്കാൻ പറ്റും. മനസ്സിലായി? ഇവിടെയും 1 day ago എന്നുള്ളത് 2 day ago കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 2 ദിവസമായിട്ട് EMA 21 50ക്ക് താഴെയായിരുന്നു. ഇന്ന് EMA 21 50ക്ക് ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ നമുക്കൊന്നുകൂടെ അത് ക്ലിക്ക് ചെയ്യാം. സേവായി, അത് കോപ്പിയായി. അത് ലേറ്റസ്റ്റ് എന്ന് കൊടുത്താൽ ഇന്നത്തെയായി അല്ലേ. ലെസ് ദാൻ മാറ്റിയിട്ട് നമുക്ക് ഗ്രേറ്റർ ദാൻ എന്ന് വേണം കൊടുക്കാം. ഗ്രേറ്റർ ദാൻ 2 days എന്നുള്ള മാറ്റിയിട്ട് നമുക്ക് ഇന്നത്തെ അല്ലേ ലേറ്റസ്റ്റ് എന്ന് കൊടുക്കാം. മനസ്സിലായി? അപ്പോൾ ഇത് കോഡഡ് ആയി ശരിക്കും. നമുക്കിനി എന്താ വേണ്ടത്? നമുക്ക് എന്ത് പ്രൈസിലുള്ള സ്റ്റോക്ക് വേണം? നമുക്കൊരു 100 രൂപയ്ക്ക് മേലുള്ള സ്റ്റോക്ക് വേണമെന്ന് വയ്ക്കാം. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലോസ് ടൈപ്പ് ചെയ്യുക. ക്ലോസ് ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു എന്താ പറയേണ്ടത് 100 രൂപയാണെന്ന് വയ്ക്കുക. മനസ്സിലായി? നമ്പർ 20 മാറ്റിയിട്ട് 100 രൂപ ടൈപ്പ് ചെയ്യാം. നമുക്കാണെങ്കിൽ വോളിയം ഒരു 5 ലക്ഷം വോളിയമുള്ള സ്റ്റോക്ക് വേണമെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അത് ക്ലിക്ക് ചെയ്യുക. വോളിയം എന്ന് ടൈപ്പ് ചെയ്യുക. വോളിയം വന്നു കേട്ടോ. വോളിയം വന്നു. ലേറ്റസ്റ്റ് വോളിയം എന്താ വേണ്ടത്? ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു 5 lakhs അല്ലേ. നമ്മൾ E20 എന്നുള്ള സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ 5 lakhs ടൈപ്പ് ചെയ്യാം. മനസ്സിലായി? അത് കംപ്ലീറ്റഡ് ആയി. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ക്യാഷിലാണ് വന്നിരിക്കുന്നത്. ക്യാഷ് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ നിഫ്റ്റി കൊടുക്കണോ, അതിൽ നിഫ്റ്റി 50 വേണം, 500 വേണം, അതോ നമ്മുടെ വാച്ച് ലിസ്റ്റ് വേണം, ഏത് വേണം നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ക്യാഷിൽ തന്നെ കൊടുക്കാം. അപ്പോൾ ക്യാഷിൽ ഏതെങ്കിലും സ്റ്റോക്ക് വന്നോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ എത്ര സ്റ്റോക്ക് വന്നിട്ടുണ്ട്? 6 സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 6 സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ബുള്ളിഷായിട്ട് കാണിക്കുന്നത്. കർഫെ ഫിലിപ്സ് ഉണ്ട്, മിൻഡ കോർപ്പ് ഉണ്ട്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഉണ്ട്, ബാമല്ലൂറി ഉണ്ട്, ബോഡൽ കെമിക്കൽസ് ഉണ്ട്, ലിക്വിഡ് ബീസ് ഉണ്ട്. ശരിക്കും ഇത്രയും സ്റ്റോക്കിൻ്റെ EMA 21 എന്നീ EMA 50യെ ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ അതൊരു ബുള്ളിഷ് സൈനാണ് കാണിക്കുന്നത്. അതിൻ്റെ പുറത്ത് നമുക്ക് കുറേ അനാലിസിസ് ഉണ്ട്. നമുക്കിത് മാത്രം കണ്ടുകൊണ്ട് നമുക്ക് ബൈ ചെയ്യാൻ പറ്റില്ല. ക്യാൻഡിൽ നോക്കണം, വോളിയം നോക്കണം, റെസിസ്റ്റൻസ് നോക്കണം, സപ്പോർട്ട് നോക്കണം. ദർ ആർ സോ മെനി തിങ്സ് ആക്ച്വലി. പക്ഷേ ഇത് നമ്മുടെ ആ EMA 21 കട്ട് ചെയ്ത് പോയോ എന്നുള്ള അനാലിസിസിനെ 1 സെക്കൻഡ് കൊണ്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കിട്ടിയ സ്റ്റോക്ക് മാത്രം നമ്മൾ പിന്നെ അനലൈസ് ചെയ്താൽ മതി. വേണമെങ്കിൽ നമുക്കിത് സേവ് ചെയ്യാൻ പറ്റും. സേവ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സേവിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് നെയിം കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, എന്ത് വേണം കൊടുക്കാം. നിങ്ങളുടെ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാലാകാലം യൂസ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായി? വളരെ എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ ഫ്രണ്ടാണ്. നമ്മുടെ അനാലിസിസിൽ ഒരിക്കലും അനാലിസിസിനെ മാറ്റിമറിക്കുന്നില്ല. പക്ഷേ അനാലിസിസിൻ്റെ സമയം കുറച്ച് നമ്മൾ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൈറ്റാണിത്. തീർച്ചയായും നമ്മൾ ട്രേഡിങ്ങിലുള്ള കാലത്തോളം ഇങ്ങനത്തെ സൈറ്റ്സ് നമ്മൾ
നമ്മുടെ ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങളിതിൻ്റെ പെയ്ഡ് വെർഷൻ എടുത്താൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ സെക്കൻഡിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പെയ്ഡ് വെർഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ലൈറ്റ് ഡിലേ ആയിരിക്കും സാറിന് വരുന്നത്. പക്ഷേ നിങ്ങൾ ഇൻട്രാഡേയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും, നിങ്ങൾ സ്വിംഗ് ട്രേഡിനെയും സപ്പോർട്ട് ചെയ്യും. വൺ ഓഫ് ദി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു സൈറ്റാണിത്. നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യണം. നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇൻഫർമേഷൻ ഈ സൈറ്റിലുണ്ട്. നിങ്ങൾ ഫണ്ട് വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റും, ടെക്നിക്കൽ വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റും, ടെക്നിക്കൽ ഫണ്ടേയും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ക്ലബ് ചെയ്ത് അനലൈസ് ചെയ്യാൻ സാധിക്കും. സോ മെനി തിങ്സ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഇത് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കോഡിംഗ് എല്ലാം വളരെ എളുപ്പമായിട്ടുള്ള കോഡിങ്സ് ആണ്. ഇഷ്ടംപോലെ കോഡിംഗ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ തന്നെ ചാർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോഡിംഗ് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് കോപ്പി ചെയ്യുക, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ താങ്ക് യു സോ മച്ച്. ചാർട്ടിങ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ജോലിയെ ചാർട്ടിങ് റീപ്ലേസ് ചെയ്യുന്നില്ല, നമ്മുടെ ജോലി അത് ലഘൂകരിക്കുകയും ചെയ്യുന്നത്. ചാർട്ടിങ് നിങ്ങൾ തീർച്ചയായും യൂസ് ചെയ്യണം. കോഡിംഗ് നിങ്ങൾ പഠിക്കണം. കോഡിംഗ് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് കോഡിംഗ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, എന്താണ് വേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പ്ലസ് ചാർട്ടിങ് എന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്തിരിക്കുന്ന ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജോലിയെ ഇത് റിപ്ലേസ് ചെയ്യത്തില്ല, പകരം നിങ്ങളുടെ ജോലി ഇത് സപ്പോർട്ട് ചെയ്യും, നിങ്ങളുടെ ജോലിയെ ലഘൂകരിക്കും. നിങ്ങൾക്ക് കൂടുതൽ സമയം പ്രൈസ് ആക്ഷനിലേക്ക്, ചാർട്ട് അനാലിസിസൊക്കെ നിങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കും. സോ താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് കൃഷ്ണകുമാർ ഫ്രം Eqtfx.